വി ഡി സതീശനെ UDFിൻ്റെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ പിണറായിയെ കയറ്റാൻ ഞാനില്ല. അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം, മുഖ്യമന്ത്രി പദം ഏതായാലും നിങ്ങൾ തരില്ല. ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26 ഈ UDF ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും. അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. അതിനൊരു ധാരണയുണ്ട്, സ്വകാര്യമായി ഉണ്ടാക്കിയാൽ മതി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ ആ തീരുമാനം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട UDFിൻ്റെ എല്ലാ ലീഡർഷിപ്പും വേണം. PJ ജോസഫ് സാറ് വേണം, ഷിബു ബേബി ജോൺ വേണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ പറയുന്ന വി ഡി സതീശനെ മാറ്റാമെന്ന്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും ഈ പറയുന്ന ഫോറസ്റ്റ് വകുപ്പും എനിക്ക് നൽകണം, അത് ഉറപ്പ് തരണം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ ഇതുകൊണ്ട് എനിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇനിയൊരു പിണറായിയെ സൃഷ്ടിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് തന്നെ എൻ്റെ സ്റ്റാൻഡ്. ഈ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി സ്ഥാനാർത്ഥിയാണോ മത്സരം? തീർച്ചയായിട്ടും. ഈ ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആര്? ഞാൻ പറഞ്ഞു ആം ആദ്മി പാർട്ടി കൊടി ഉണ്ടായിരുന്നു. അല്ല, കൊടി ഇപ്പോഴും ഇനിയും ഉണ്ടാവും. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, ഈ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങളും ഈ പറയുന്ന ഒളിഞ്ഞയും തെളിഞ്ഞ പിണറായിയുടെ 2 നേതാക്കന്മാരും തമ്മിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന, പിണറായിസം അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സകലമാന ആളുകളുണ്ടാവും. അത് കൊടിയുള്ളവരുണ്ടാവും, കൊടിയില്ലാത്തവരുണ്ടാവും, നിങ്ങൾ കാണാത്തവരുണ്ടാവും, പ്രത്യക്ഷത്തിലുണ്ടാവും, ഒളിഞ്ഞുണ്ടാവും, തെളിഞ്ഞുണ്ടാവും. ഇതൊക്കെ അവിടെ സംഭവിക്കും. ഔദ്യോഗിക പിന്തുണയില്ലെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തകരുടെ സപ്പോർട്ട് നിന്നാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ടല്ലേ ഇത്, ജനവുമായിട്ടുള്ള ഏറ്റുമുട്ടലല്ലേ. ഇപ്പം മലപ്പുറം ജില്ലയെക്കുറിച്ച് കണ്ണീർ വാർക്കുന്ന ഈ ആളുകൾ എവിടെയായിരുന്നു ഈ പോലീസ് ഈ തോന്നിവാസം നടത്തിയപ്പോൾ? ഈ പറയുന്ന എയർപോർട്ടിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി കോടികൾ അടിച്ചു മാറ്റിയപ്പോൾ? ഇതെല്ലാം അടിച്ചു മാറ്റി എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം എന്താ പറയുക നേടിയതിന് ശേഷം പിണറായി ഡൽഹിയിൽ പോയിട്ട് ഹിന്ദു പത്രത്തിന് എന്താ കൊടുത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 150 കോടി 130 കിലോ സ്വർണം ഈ എയർപോർട്ടിലാണ് വരുന്നത്. ക്രിമിനലുകളാണ്. ഈ എയർപോർട്ടിൽ ആരൊക്കെ വരും? ഏതൊക്കെ സംസ്ഥാനത്തിലെ ആളുകൾ വരും? ഇന്ത്യയിലെ പലരും വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർപോർട്ടിലെ കേസ് ആ എയർപോർട്ടിൻ്റെ പരിധിയിലല്ല വരിക. ആ പാസ്പോർട്ടിൻ്റെ 150 കേസിലെ പാസ്പോർട്ടിൻ്റെ അഡ്രസ്സല്ലേ എടുക്കേണ്ടത്? ഈ ജില്ലയിൽ നിന്ന് എത്ര പേരുണ്ടെന്ന്? 25 പേരുണ്ടാവില്ല. മറ്റു പല ജില്ലകളിൽ നിന്നും ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ബാംഗ്ലൂർ പോകാൻ ഉള്ള ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. കള്ളക്കടത്തുകാർ, ചെന്നൈയിലേക്ക് പോകുന്ന കള്ളക്കടത്തുകാർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 150 ആളുകളുടെ പാസ്പോർട്ട് പരിശോധിച്ചിട്ട് അതിലെത്ര പേര്, 25 പേരാണ് മലപ്പുറത്തുകാരുണ്ടെങ്കിൽ ആ മലപ്പുറത്തുകാരെ കുറിച്ച് പറയാം. ഒരു എയർപോർട്ടിൽ ആരൊക്കെ വന്നിറങ്ങും? ഈ എയർപോർട്ട് മലപ്പുറം ജില്ലയിലായതിൻ്റെ പേരിൽ ഈ മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളും കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരും രാജ്യവിരുദ്ധരുമാണ് എന്ന് ആർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്?